ഇമ്മ്യൂണൈസേഷൻ എടുക്കാനായിട്ട് പോയ എൻ്റെ അനുഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഒരു പാർട്ട് 1 പാർട്ട് 2 തീരുമായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ. അങ്ങനെ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ ഞാനും ഹസ്ബൻഡും കൂടെ കുഞ്ഞിന് ഇമ്മ്യൂണൈസേഷൻ എടുക്കാനായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. 9 മാസമാണ് കുഞ്ഞിൻ്റെ പ്രായം. അപ്പോൾ 9 മാസത്തിൽ 4 ഇഞ്ചക്ഷൻ എടുക്കുന്നു, 2 കയ്യിലും 2 കാലിലും. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര തിരക്കാണ്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ആ തിരക്കിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എല്ലാം കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കുന്നു, കുഞ്ഞ് കരയുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, കുഞ്ഞ് കരയുന്നു. അങ്ങനത്തെ ഒരു സിനാരിയോയാണ് അവിടെ കണ്ടത് നമ്മൾ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഈ കുഞ്ഞുങ്ങൾ കരയുമ്പം നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന കരയുന്നതെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ കരച്ചിൽ മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ കുട്ടികൾ കരയുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ പെടയ്ക്കുകയാണ്. എനിക്ക് വേദന ഭയങ്കര പേടിയുള്ള ആളാണ്. എൻ്റെ ഉള്ളിൽ എനിക്ക് വേദനയോട് ഭയങ്കര ട്രോമയുണ്ട്. എനിക്ക് ഭയങ്കര പേടി ഇങ്ങനെ വേദന എടുക്കുന്നത്, വേദന കൊണ്ട് കരയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ വേദന കൊണ്ടല്ലേ അവർ കരയുന്നത്. അപ്പോൾ അതെനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇപ്രാവശ്യം ഹസ്ബൻഡ് ഒന്ന് കെയർ ആവുമോ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. എല്ലാ പ്രാവശ്യവും ഞാനാണ് കൊണ്ടുപോകാറ്. എനിക്കത് ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ എല്ലാ പ്രാവശ്യം കൊണ്ടുപോകും. ഹസ്ബൻഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഹസ്ബൻഡ് അതിനെന്താ ഞാൻ എടുക്കാം, ഇഞ്ചക്ഷൻ എടുക്കുമ്പം ഞാൻ കയറാം, കുഴപ്പമില്ല, നീ പുറത്ത് നിന്നാൽ മതി, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അവർ സമ്മതിക്കത്തില്ലായിരിക്കും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അജിത്ത് ചോദിച്ചു, അജിത്ത് ഹസ്ബൻഡാണ്, അതെന്താ അവർ സമ്മതിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പത്തെ പ്രാവശ്യം പല പ്രാവശ്യം ഞാൻ വന്നപ്പോഴെല്ലാം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോ അമ്മമാർ വളരെ കഷ്ടപ്പെട്ട് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ കൂടെ വന്നവരൊന്നും കയറ്റിയിട്ടില്ല അവർ. ഒരു പ്രാവശ്യം ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ വരുമ്പം ഒരു കുട്ടി ഒട്ടും അതിനെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അതിനെ നിർബന്ധിച്ച് കയറ്റിയിട്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ കുഞ്ഞിനിങ്ങനെ കൊടുത്ത് അതിങ്ങനെ വീണ് പോവുമായിരുന്നു അവിടെ. അങ്ങനത്തെ ഒരു സിനാരിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് അപ്പം തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പം എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു അവർ കയറ്റുമെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ അങ്ങനെ കയറ്റായിരിക്കേണ്ട കാര്യം എന്താ, ഞാൻ സംസാരിക്കാം, നീ കുഴപ്പമില്ല, നീ വാ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ചെല്ലുവാണ്. ചെന്ന് നമ്മൾ ചോദിച്ചു ഹസ്ബൻഡിനെ കയറ്റാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചത് കൂടെ കയറ്റാവോ എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞില്ല, ഒരാളെ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഒരാളെ കയറ്റിയാൽ മതി, ഞാൻ കയറിക്കോളാം എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഇപ്രാവശ്യം ഞാൻ ആ ട്രോമയിൽ കൂടെ പോകണ്ടല്ലോ. ഹസ്ബൻഡ് എൻ്റെ കയ്യിലാണെങ്കിൽ ആൾക്ക് പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞും നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്നോളും. ഹസ്ബൻഡിൻ്റെ അടുത്തോളം നല്ല കംഫർട്ടബിളാണ് മോള്. അപ്പോൾ അങ്ങനെ ഇരുന്നോളൂ എന്ന് വിചാരിച്ച് ഹസ്ബൻഡ് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് അവിടെ അറ്റൻഡർ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയോട് ചോദിച്ചു ഞാൻ കയറിക്കോട്ടെ എന്ന് ഹസ്ബൻഡ് ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞ് ഒരാൾക്കേ കയറാൻ പറ്റത്തുള്ളൂ, അമ്മയാണ് കയറേണ്ടത്, എന്നാലും ആ ഒരാൾ കയറാം, അപ്പം ആരെങ്കിലും ഒരാൾ കയറുമെന്ന് പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് കുഞ്ഞിനെയുമായിട്ട് അകത്തോട്ട് പോകുന്നു.